ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു പുതിയ നോർത്ത് ഇന്ത്യൻ വിഭവം പരിചയപ്പെട്ടാലോ. ഇതിൻ്റെ പേരാണ് ലാപ്സി. വളരെ എളുപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ് ഈ ലാപ്സി. നുറുക്ക് ഗോതമ്പും ശർക്കരയാണ് ഇതിൽ നായകനും നായികയും. നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അതോ എനിക്ക് ഉറപ്പാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഒരു 4-5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിലേക്ക് ഞാനൊരു 2 കരയാമ്പ് ഇടുന്നുണ്ട്. കരയാമ്പ് ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചൂടായതിന് ശേഷമാണ് ഞാൻ സാധാരണ മുന്തിരി ഇട്ട് കൊടുക്കാറ്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകിയിട്ട് കുതിർത്ത് വെള്ളം വാർത്തിയത് ആണ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിലിട്ടത്? കരയാമ്പു, അണ്ടിപ്പരിപ്പും മുന്തിരി, ഏലക്കായപ്പൊടി. അതൊന്ന് ചൂടായി വരുമ്പോൾ നുറുക്ക് ഗോതമ്പ്. ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഈ സമയം തന്നെ നമ്മൾ അപ്പുറത്ത് ഒരു സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ 1 കപ്പ് ലാപ്സി ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പിന് അനുപാതികം എന്ന് പറയുന്നത് 3.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ 3.5 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളിതിൽ മധുരം ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ശർക്കര ചേർക്കണേ. അപ്പോൾ ആ മധുരത്തിനൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അപ്പുറത്ത് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 10 മിനിറ്റൊക്കെ എടുക്കും ഇത് റോസ്റ്റായി കിട്ടാനായിട്ട്. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായി റോസ്റ്റായി വരുമ്പോൾ ഒരു ഗോൾഡൻ കളർ വരും. ആ ഗോൾഡൻ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ നന്നായി തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിൽ എന്തൊക്കെ ഇട്ടുണ്ടായിരുന്നത്? ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ഏലക്കായും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടി വരും. ഇത് തുറക്കുമ്പോഴൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇത് കുക്കറിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. കുക്കറിൽ വെച്ച് ചെയ്യുമ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഈ ഒരു നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുത്താലും മതി. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നന്നായി ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ വെള്ളം നന്നായിട്ട് ഒന്ന് വലിഞ്ഞ് വരണം. നന്നായി വെള്ളം വലിഞ്ഞ് വരുമ്പോൾ നന്നായി വെന്തിട്ടുണ്ടായിരിക്കും. ഫുള്ള് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. കരടുണ്ടെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് കരുതിയിട്ട് ഉരുക്കി അരിച്ചിട്ടുള്ള ശർക്കരയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര മതിയായിരിക്കും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വലിഞ്ഞു വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് നേരമൊക്കെ. നമ്മുടെ ലാപ്സി ഇവിടെ റെഡിയായി. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കുന്നതിന് പകരം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുര പലഹാരമാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്.